പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങി 4 ആഴ്ച പിന്നിടുമ്പോൾ ആക്രമണവും പ്രത്യാക്രമണവും കൊണ്ട് കലുഷിതമാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ രാജ്യത്താകമാനം ഇന്ധന പ്രതിസന്ധിയും രൂക്ഷമാണ്. എന്നാൽ ഒടുവിൽ ഇപ്പോൾ ഹോർമുസ് അടച്ചതിൽ ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ല എന്നും കപ്പൽ ഗതാഗതം ഇവിടെ നിലച്ചിട്ടില്ല എന്നും നിയന്ത്രണം ശത്രുപക്ഷത്തുള്ളവർക്ക് മാത്രമാണ് എന്നതാണ് ഇപ്പോൾ ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെയും ചൈനയുടെയും കപ്പലുകൾക്ക് മാത്രമായിരുന്നു ഒരു നിയന്ത്രണവും ഇല്ലാതെ തന്നെ ഹോർമുസ് കടലിടുക്ക് കടക്കാനുള്ള അവസരമുണ്ടായിരുന്നത്. ബാക്കി കപ്പലുകളെ എല്ലാം തന്നെ കടലിൽ വെച്ച് തന്നെ ആക്രമിക്കാൻ പോലും ഇറാൻ മുതിർന്നു എന്ന വിവരങ്ങൾ അത് റിപ്പോർട്ടുകളായി തന്നെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ചൈനയുടെ പതാക വഹിച്ചുള്ള വ്യാജ കപ്പലുകളും ഹോർമുസിൽ സജീവമായി തന്നെ വിഹരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ നിലപാട് ഇതോടുകൂടി തന്നെ ഇറാൻ വ്യക്തമാക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ല എന്നും കപ്പൽ ഗതാഗതം നിലച്ചിട്ടില്ല എന്നും ഇവിടെ വ്യക്തമാക്കുന്നു. കപ്പൽ ഗതാഗതം നിയന്ത്രിച്ചത് പ്രതിരോധം എന്ന നിലയ്ക്ക് മാത്രമാണ് എന്നും ഇറാനെ ആക്രമിക്കുന്ന ശത്രുപക്ഷത്തുള്ളവർക്ക് മാത്രമാണ് ഈ വിലക്കുള്ളത്. അമേരിക്കയും ഇസ്രായേലിനെയും ഇക്കാര്യത്തിൽ അനുവദിക്കില്ല. കൂടുതൽ അപകടം ഒഴിവാക്കാൻ കൂടിയാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇറാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവർക്ക് ഇവിടെ നിന്നും കടന്നു പോകാമെന്നും അവിടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉത്തരവാദികൾ അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് തന്നെയാണ് ഇറാൻ അവിടെ വിശദമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തന്നെ G7 രാജ്യങ്ങൾ രംഗത്ത് വരികയും ഇവിടെ ചർച്ചകൾ തുടങ്ങുന്നതായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയിൽ ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. ക്രൂഡ് ഓയിൽ ആകട്ടെ ബാരലിന് $150 എത്തിയാൽ സാധാരണ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചേക്കും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാനാണ് സാധ്യതയെന്നും എണ്ണ കമ്പനികൾക്ക് ഇത് വില വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രേരണയായി മാറുമെന്നും വ്യക്തമാകുന്നു. നിലവിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $120 വില. ഇത് $150 എത്തുകയാണെങ്കിൽ സാധാരണ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എണ്ണ കമ്പനികളടക്കം മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനു പുറമെ തന്നെ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കാമെന്ന് തന്നെയാണ് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അടുത്ത മാസം മുതൽ വിമാന കമ്പനികളെ പ്രതിസന്ധി ബാധിക്കുമെന്ന് തന്നെയാണ് എയർ ഇന്ത്യയും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടെ തന്നെ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പൽ മംഗലാപുരം തുറമുഖത്തേക്ക് എത്തിയതായി തന്നെ വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. ഇതിനു പുറമെ 2 ഇന്ത്യൻ LPG കപ്പലുകൾ ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് കടക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ലോകത്താകമാനം ഇപ്പോൾ ഇന്ധന പ്രതിസന്ധി വലിയ രീതിയിൽ രൂക്ഷമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇറാൻ പ്രശ്നം ഈ രൂക്ഷമായി നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തതായി തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ ഈ ഇന്ധന പ്രതിസന്ധി അത് രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും രാജ്യത്ത് എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.